ജോക്കർ ഫൗളെ DX ഈ ഒരു സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇതിൻ്റെ ഫസ്റ്റ് സിനിമ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. അപ്പം ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാത്തതുകൊണ്ട് സെക്കൻഡ് സിനിമ തിയേറ്ററിൽ കാണണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ ആളുകൾ ഈ സിനിമ കാണാനായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്തത്. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് കുറച്ച് പേരെ ഉള്ളായിരുന്നു കാണാം. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോൾ കുറേ അധികം ആളുകൾ ഞാൻ കറക്റ്റ് സിനിമ തുടങ്ങി ആട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സിനിമ ഒരു ഭയങ്കര എപ്പിക് സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതിപ്പം സിനിമ ടെക്നിക്കൽ സൈഡായാലും സ്റ്റോറി ആയാലും ജാക്കിൻ ഫോനിക്സിൻ്റെ പെർഫോമൻസ് ആയാലും ഫസ്റ്റ് സിനിമയിൽ പുള്ളി ഒരു ടോപ്പ് നോച്ച് സാധനം തന്നു. ഇപ്പം നമ്മൾ 1 to 10 നോക്കുകയാണെങ്കിൽ 10 out of 10 ആണ് ഫസ്റ്റ് സിനിമയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി പുള്ളിക്ക് എന്താണ് സെക്കൻഡ് സിനിമയിൽ പെർഫോം ചെയ്യാനുള്ളത് എന്ന് വിചാരിച്ച് പോകുന്ന നമുക്ക് ഞാൻ ഫസ്റ്റിൽ കാണിച്ചതല്ല, അതിനപ്പുറം സെക്കൻഡിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അത്രയ്ക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ജാക്കിൻ ഫോനിക്സ്. ഈ ഒരു സിനിമ ഫസ്റ്റ് സിനിമയായിട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ജോണറിന്. ഫസ്റ്റ് സിനിമ കുറച്ച് ഡ്രാമ കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്ന ഈ ജോക്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർതർ ഫ്ലെക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു എവല്യൂഷനാണ്. പുള്ളി ജോക്കർ ആവുന്ന ഒരു സാധനമാണ് ഫസ്റ്റിൽ കാണിക്കുന്നത്. സെക്കൻഡ് സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോക്കർ ഹാർലി ക്വിനുമായിട്ട് മീറ്റ് ചെയ്യുന്നു, ദേ ഫെൽ ഇൻ ലവ്. അതാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു അവസാനത്തെ ഒരു 30 minutes ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ സിനിമയിൽ. ഹാർലി ക്വിനും ജോക്കറും മീറ്റ് ചെയ്യുന്നു, അവർ തമ്മിൽ റിലേഷൻ ആവുന്നു, ദേ ഫെൽ ഇൻ ലവ് എന്നുള്ളതാണ്. ജോക്കർ ഓൾറെഡി പ്രിസണിലാണ്, പുള്ളിയുടെ ട്രയൽ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയെ ഈ 2.5 മണിക്കൂറിൽ അല്ലെങ്കിൽ 2.25 മണിക്കൂറിൽ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പെർഫോമൻസ്. അതിപ്പം ജാക്കിൻ ഫോനിക്സ് ഒരു സൈഡിൽ പെർഫോം ചെയ്യുന്നു, ലേഡി ഗാഗ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പെർഫോം ചെയ്യുന്നു. രണ്ടുപേരും കട്ടയ്ക്ക് പെർഫോം ചെയ്യുകയാണ്. അതായത് ഇപ്പം എവിടെയെങ്കിലും ഒന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ജോക്കർ ഒരു സൈഡിൽ പെർഫോം ചെയ്യുന്നു, ഹാർലി ക്വിൻ ഒരു സൈഡിൽ പെർഫോം ചെയ്യുന്നു. സിനിമ ഓൾറെഡി നമുക്കറിയാവുന്നതാണ് ലേഡി ഗാഗ ഉണ്ടായിട്ട് ഒരു മ്യൂസിക്കൽ ഡ്രാമ ആയിരിക്കും എന്നുള്ളത്. സംഭവം മ്യൂസിക്കൽ തന്നെയാണ്. ഈ ഒരു സിനിമയുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സിനിമയായിട്ട് യാതൊരു ബന്ധവും സിനിമയുടെ ജോണറില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് സിനിമയിൽ കണ്ടതുപോലെ ഇത് കുറച്ചും കൂടെ ഇവർ തമ്മിലുള്ള ആ ഒരു ജോക്കറിനെ ഒന്ന് സത്യം പറഞ്ഞാൽ ഹാർലി ക്വിൻ ആർദറുമായിട്ടല്ല റിലേഷൻ ആകുന്നത്, ജോക്കറിനെയാണ് വേണ്ടത്. അപ്പം ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ജോക്കറാണോ ഇതിപ്പോൾ എന്താണ് പുള്ളിക്ക് സംഭവിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. ഇതിൻ്റെ ഒരു ലാസ്റ്റ് 30 minutes ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുവരെ സിനിമ ഇങ്ങനെ ഒരേ താളത്തിലാണ് പോകുന്നത്. പക്ഷേ പെർഫോമൻസ് വൈസ് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ജോക്കറിനെ നോക്കുകയാണെങ്കിൽ ജോക്കറിന് എന്ത് പറ്റും എന്നുള്ളത്, ജോക്കറിനെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ളത് നമ്മൾ ഫസ്റ്റിൽ കണ്ടു. അപ്പം ഹാർലി ക്വിൻ എന്ന് പറയുന്നത് നമ്മൾ കോമിക്സിൽ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹീത്ത് ലെഡ്ജറിലെ കണ്ടിട്ടുള്ള ജോക്കറോ ബാറ്റ്മാനിൽ കണ്ടിട്ടുള്ള ജോക്കറോ ഒന്നും അല്ല ഇത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ബാറ്റ്മാൻ്റെ നെമിസിസ് ആയിട്ടുള്ള ആ ഒരു സൂപ്പർ വില്ലനൊന്നും അല്ല ഇത്. ആ ഒരു ക്യാരക്ടറിനെ വേറൊരു രീതിയിലാണ് ടോഡ് ഫിലിപ്സ് അപ്രോച്ച് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഇപ്പം ഈ ഒരു ക്യാരക്ടറിനെ ഒരിക്കലും നമുക്ക് ബാറ്റ്മാനിലോ അല്ലെങ്കിൽ DC സിനിമകളിലൊന്നും കാണാൻ പറ്റില്ല. ഈ ജോക്കർ എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയല്ല എന്നുള്ളത് ഇതിൻ്റെ ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോക്കറെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് ഹീസ് എ സൈക്കോട്ടിക് വില്ലൻ അങ്ങനെയാണ്. അപ്പം ഹാർലി ക്വിൻ്റെ ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയും ഒരു സൈക്കോട്ടിക് ക്യാരക്ടറാണ്. കുറച്ച് ലുണാറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ, കുറച്ച് ക്രേസിനെസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് സൈഡുണ്ട് ഈ ഒരു ക്യാരക്ടറിന്. അതായത് ജോക്കറിനോട് ക്രഷ് തോന്നുന്ന ഒരു ക്യാരക്ടർ എങ്ങനത്തെ ആയിരിക്കും നമുക്കറിയാലോ. അല്ലെങ്കിൽ ജോക്കറിനെ അധികം ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു ക്യാരക്ടർ. നമ്മൾ ഹാർലി ക്വിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുമായിട്ടൊന്നും ഈ ഒരു ഹാർലി ക്വിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇത് വേറൊരു റേഞ്ചിൽ നിൽക്കുന്ന സാധനമാണ്. ഈ ഒരു സിനിമയിൽ ഫസ്റ്റിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ ഫാൻറ്റസൈസ് ചെയ്യുകയാണ് ജോക്കറിൻ്റെ ഇമാജിനറി വേൾഡിലാണ് ഇതിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും കാണിക്കുന്നത്. അതായത് ഇപ്പം ഒരു മൊമെൻറ്റിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സീനിൽ ജോക്കർ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു സഡനിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് സ്പാർക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് സ്പാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇമാജിൻ ചെയ്യുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് ജോക്കറിൻ്റെ മൈൻഡിലുള്ള സാധനങ്ങളാണ് കാണുന്നത്. അപ്പം ജോക്കറിന് ഡുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഒരു രക്ഷയുമില്ലാതെ
ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമ. എനിക്ക് തോന്നുന്നതും ഇതിൽ എന്തായാലും ജാക്കിൻ ഫിനിക്സിന് ഒരു അവാർഡ് ഉറപ്പാണ്. ഹാർലി ക്വിനും ചാൻസ് ഉണ്ട്. കാരണം അജാസ് പെർഫോമൻസ് ആണ്. ലേഡി ഗാഗയുടെ ലുക്ക് വൈസ് ലേഡി ഗാഗ നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഇല്ലാതെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ഒരു വല്ലാത്ത ലുക്കാണ്. ആ ഒരു ലുക്കിനകത്ത് കുറേ അധികം യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള കുറേ അധികം സീനുകൾ എല്ലാം ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയുമില്ലാതെ ഒരു ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓരോ ഷോട്ട് ബൈ ഷോട്ട് എടുത്ത് നോക്കിയാൽ, ഈവൻ സിംഗിളായിട്ട് നമ്മൾ ഷോട്ട്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ എല്ലാ ഷോട്ടും എല്ലാ ഫ്രെയിമും ഡിഫറെൻറ്റ് രീതിയിലാണ് അപ്രോച്ച് ചെയ്തത്. ഇപ്പോൾ ലൈറ്റിംഗ് ആയാലും കളർ ഗ്രേഡിങ് ആയാലും എല്ലാം ഡിഫറെൻ്റായിട്ട്. ഇതിനകത്ത് കുറേ അധികം സാധനങ്ങൾ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഒരു TV ഷോയുടെ സാധനങ്ങളൊക്കെ കാണിക്കുന്നത്. അതിനകത്തൊക്കെ ലൈറ്റിങ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ഈ പാട്ട്, പ്രത്യേകിച്ച് ലേഡി ഗാഗയാണ് മ്യൂസിക്കും ചെയ്തിട്ടുള്ളത്. ഇവർ തന്നെ പാടുന്ന കുറേ അധികം സാധനങ്ങളിങ്ങനെ എങ്ങനെയാണ് സംസാരിക്കുന്നതിനിടയ്ക്ക് പാട്ട് പോലെ പാടി പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ഈ ഒരു ക്യാരക്ടറിൻ്റെ കോർ അറിയാത്തവർക്കൊക്കെ ചിലപ്പോൾ ഇത് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ജോക്കർ എന്ന് പറയുന്ന ക്യാരക്ടറിനെയും ഹാർലി ക്വിനെ അറിയാവുന്നവർ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതിൻ്റെ അവസാനത്തെ ഒരു അരമണിക്കൂർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. അത്രയും നേരം ഭയങ്കര സ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയെ പെട്ടെന്ന് ഒരു സമയമായപ്പോൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന സാധനങ്ങൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തത്. ഇനിയൊരു സിനിമ ഉണ്ടാകുകയാണെങ്കിൽ ആ സിനിമ എങ്ങനെ ആയിരിക്കും, അതായത് ഇതിനൊരു തേർഡ് പാർട്ട് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ചെയ്തിട്ടായാലും കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അധികം സാധനങ്ങൾ. എനിക്കിതിനകത്ത് പെർഫോമൻസാണ് എടുത്തു പറയേണ്ടത്. എന്നെ കൂടുതൽ പിടിച്ചിരുത്തിയത് പെർഫോമൻസാണ്. ഇപ്പം ഹീത്ത് ലെഡ്ജറിന് ശേഷം നമുക്ക് ഹീത്ത് ലെഡ്ജറിനേക്കാൾ നല്ലൊരു പെർഫോമൻസ് ആര് ചെയ്യും എന്ന് നമ്മളിങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു ഉത്തരമായിരുന്നു ജോക്കർ ഫസ്റ്റിൽ നമ്മൾ കണ്ടത്. ഇത് അതൊക്കെ മേലെയാണ് നിൽക്കുന്നത്. ഇപ്പം 3 ഡിഫറൻറ്റ് ജോക്കർ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീത്ത് ലെഡ്ജറിൻ്റെ ഒരു ജോക്കറിനെ നമ്മൾ ബാറ്റ്മാനിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റിസ് ലീഗ് സൂസൈഡ് സ്ക്വാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജേഡ് ലെറ്റോയുടെ ഒരു ജോക്കറിനെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് ജാക്കിൻ ഫിനിക്സിൻ്റെ ഒരു ജോക്കറിനെയാണ്. ഇതിൽ റിമാർക്കബിളായിട്ട് ചെയ്തിട്ടുള്ളത് ഹീത്ത് ലെഡ്ജർ, ജാക്കിൻ ഫിനിക്സുമാണ്. അത് രണ്ടും ഭയങ്കര കട്ടയ്ക്ക് നിൽക്കുന്നതാണ്. ഇവരെല്ലാവരും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു സൂപ്പർ ഹീറോ മൂവി ഇതൊരു ഡ്രാമ എന്നുള്ള വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ കണ്ട ജോക്കറല്ല നമ്മൾ ബാറ്റ്മാൻ സിനിമകളിലും കോമിക്സിലോടും കണ്ടത്. ഇത് ഈസ് ഡിഫറൻറ്റ് എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു തരുന്നത്. എന്തായാലും നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണണം. പെർഫോമൻസ് എന്താണ്, ജാക്കിൻ ഫിനിക്സ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള. പിന്നെ ഒരു ഹോളിവുഡിലെ ഒരു ടോപ്പ് മ്യൂസിക് ആർട്ടിസ്റ്റ് അഭിനയിക്കുന്നത് നിങ്ങൾ കാണണം. അത്രയ്ക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ കാണണമെങ്കിൽ ഈ സിനിമ കാണും. ടോപ്പ് നോച്ച് സാധനമാണ്. നിങ്ങൾ DC കോമിക്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സാധനമായിരിക്കും. വാട്ട് എ പെർഫോമൻസ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.